അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം തിങ്കളാഴ്ച ദിവസമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ ഇന്ന് അവധി ദിവസം അല്ല, അവധിയുടെ ആലസ്യത്തിൽ തന്നെ ആയിരുന്നു എല്ലാവരും. അതിനുശേഷം ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ എല്ലാവരും നേരിടും. അപ്പം നമുക്കും രാവിലെ തന്നെ അതിൻ്റെ ജോലിക്ക് ഇറങ്ങേണ്ടതാണ്. അതിനു മുമ്പായിട്ടൊരു വീഡിയോ ഏതായാലും ഇട്ടേക്കാം എന്ന് വിചാരിച്ചു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. പലരും ചോദിക്കാറുണ്ട് കളക്ഷൻ എന്തായി എന്നുള്ളത്. അപ്പം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, നമുക്കറിയാവുന്ന വിവരങ്ങൾ നമ്മൾ ഇപ്പോൾ പങ്കുവെക്കാം. അതിന് കമൻറ്റുകളും ലൈക്കുകളുമായിട്ട് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ആലപ്പുഴ ജിംഖാന ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ വിഷു ബമ്പർ അടിച്ച ആലപ്പുഴ ജിംഖാനയുടെ കളക്ഷൻ നമുക്കൊന്ന് നോക്കാം. ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രം ഇന്നലെ 3 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഈസ്റ്റർ ആയിരുന്നു, അവധി ദിവസമാണ്. അപ്പം കഴിഞ്ഞ ദിവസം ശനിയാഴ്ച കളക്ട് ചെയ്ത് 2,50,00,000 അപ്പോൾ അതിൽ നിന്ന് 3 കോടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത്. ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രം കളക്ഷനിൽ സ്റ്റഡി ആയിട്ട് പോകുന്ന ഒരു ചിത്രമാണ്. കാരണം യാതൊരുവിധ ഫൈറ്റുകളും അതിന് നേരിടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അതുപോലെ വേൾഡ് വൈഡായിട്ട് ഇത് 52 കോടി കടന്നു എന്നുള്ള വാർത്തയും വരുന്നു. അപ്പോൾ എൻ്റെ നഫലിൻ്റെ ചിത്രം അങ്ങനെ രണ്ടാമത്തെ ചിത്രവും പ്രേമലുവിന് ശേഷം 100 കോടിയിലേക്ക് അടുക്കുന്ന ഒരു വേളയാണ്. 100 കോടി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഏകദേശം തുടരും എന്ന് പറയുന്ന ചിത്രം അടുത്ത ആഴ്ച ഇറങ്ങുന്നു. അപ്പം ഈ ചിത്രത്തെ ബാധിക്കുമോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. ഏതായാലും ഇപ്പോൾ നല്ല റണ്ണിങ്ങിൽ തന്നെയാണ്, മികച്ച കളക്ഷൻ നേടി തന്നെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. അപ്പം രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് മരണമാഫ് എന്ന് പറയുന്ന ചിത്രം. മരണമാഫിൻ്റെ കളക്ഷൻ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ചിത്രങ്ങളെ അപേക്ഷിച്ച് അതിനൊരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ മരണമാഫിനെ സംബന്ധിച്ച് അവധി ദിവസങ്ങളിലും അതുപോലെ വർക്കിംഗ് ഡേയിലും എല്ലാം ഒരേപോലെ പോകുന്നൊരു ചിത്രമായിട്ടാണ് കാണുന്നത്. ഇന്നലെയും 1,34,00,000 രൂപയാണ് അത് സമ്പാദിച്ചിരിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് ഇടവേളകളില്ലാതെ കൃത്യമായിട്ട് തൻ്റെ കളക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഗ്യാരണ്ടി നടന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ 15,61,00,000 രൂപ നേടി ഇത് 2ാം സ്ഥാനത്ത് ഇപ്പോൾ തുടരുകയാണ് എന്നുള്ള വാർത്തയാണ്. കളക്ഷൻ്റെ കാര്യത്തിലല്ല, കളക്ഷൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ബഫൊക്കെ തന്നെയാണ്. പക്ഷേ സ്റ്റഡി ആയിട്ട് പോകുന്ന കാര്യത്തിൽ ഇത് 2ാം സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ ഒരു വിജയ ചിത്രമാകുന്നു മരണമാഫ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അടുത്ത ചിത്രം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി അവതരിപ്പിച്ച ബഫൂക്ക എന്ന ചിത്രമാണ്. ബഫൂക്കയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മൾ തുടർച്ചയായിട്ട്. ഇപ്പം ബഫൂക്കയുടെ കളക്ഷൻ അറിയാൻ വേണ്ടിയായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതിൻ്റെ വലിഞ്ഞു തുടങ്ങി എന്ന് തന്നെ പറയാം. അപ്പോൾ നേരത്തെ തന്നെ അത് ഇഴഞ്ഞു തുടങ്ങി. ഇപ്പം വല്ലാത്ത ഒരു വലിച്ചിൽ തന്നെയാണ് ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബഫൂക്ക എന്ന ചിത്രം ഇന്നലെ നേടിയത് 48 ലക്ഷം രൂപയാണെന്നുള്ളൊരു സന്തോഷ വാർത്തയുണ്ട്. കാരണം തലേ ദിവസം അത് 29 ലക്ഷമായിരുന്നു. ഇന്നലെ അത് നേടിയത് 48 ലക്ഷം രൂപയാണ്. തലേന്ന് നമ്മുടെ എമ്പുരാനും താഴെയായിരുന്നു ബഫൂക്കയുടെ സ്ഥാനം. ഇപ്പം അതൊന്നും മേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 48 ലക്ഷം രൂപയായിട്ട് ഇന്നലെ ഈസ്റ്റർ ദിനമാണ്. മിക്കവാറും എല്ലാ ചിത്രങ്ങൾക്കും മികച്ച കളക്ഷൻ കിട്ടിയ ഒരു ദിവസമാണ് ഈസ്റ്റർ ദിനം. അവധി ദിവസം ഞായറാഴ്ച എന്ന് പറയുന്ന ചിത്രത്തിന് മാറി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. 13,12,00,000 രൂപയാണ് ഇത് ഇന്ത്യയിൽ നിന്ന് ഒട്ടാകെ ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് 25,16,00,000 രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. 26 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന അജിത്തിൻ്റെ ചിത്രത്തിനെ സംബന്ധിച്ച് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ തമിഴ്നാട്ടിൽ ഇത് മുന്നോട്ട് നീക്കിക്കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിൻ്റെ കളക്ഷൻ മൊത്തം വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അജിത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ചൊരു കളക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചിത്രമായിട്ടാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രം മാറിയിരിക്കുന്നത്. ഇന്നലെ ഈ ചിത്രം 7,40,00,000 രൂപയാണ് സമ്പാദിച്ചത്. തലേ ദിവസത്തെ അതിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 6 കോടിയായിരുന്നു. ഇന്നലെ 7,40,00,000. അങ്ങനെ ഇന്ത്യയിൽ നിന്നൊട്ടാകെ അത് 138,30,00,000 രൂപ സമ്പാദിച്ചിട്ടുണ്ട്.
അതിൽ ഭൂരിഭാഗവും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഏകദേശം 120 കോടി രൂപയോളം തമിഴ്നാട്ടിൽ തന്നെയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 215 കോടി കളക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കിട്ടുന്നത്. അപ്പം എല്ലാ ചിത്രങ്ങളും സ്വാഭാവികമായിട്ട് പഴയ ഇതില്ലെങ്കിലും എല്ലാ ചിത്രങ്ങളും, ആലപ്പുഴ ജിംഖാനയും മരണമാഫും ഗുഡ് ബാർ അഗ്ലി എന്നൊക്കെ പറയുന്ന ചിത്രം ഇപ്പോഴും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ ഒരു ചിത്രം എന്ന് പറയുന്നത് കേസരി ചാപ്റ്റർ 1-2 എന്ന് പറയുന്ന ചിത്രമാണ്. ഏകദേശം കേസരി ചാപ്റ്റർ 2 എന്ന് പറയുന്ന ചിത്രം ഇന്നലെ വിറ്റത് 1,81,980 ടിക്കറ്റാണ് ഇന്നലെ 24 മണിക്കൂർ കൊണ്ട്. അപ്പം ഇന്ത്യൻ സിനിമയെ തന്നെ ഒരു ചരിത്ര സംഭവമായിട്ട് മാറുന്നു അക്ഷയ് കുമാറിൻ്റെ ചിത്രം എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. കളക്ഷൻ്റെ കാര്യത്തിൽ ഇത് എന്തുമാത്രം മുന്നോട്ട് പോകും എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അക്ഷയ് കുമാറിൻ്റെ കരിയറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു മികച്ചൊരു പ്രകടനം തന്നെയാണ് ഇപ്പം നടത്തിക്കുന്നത്. നിരൂപക പ്രശംസയൊക്കെ വളരെയധികം കിട്ടിയ ചിത്രമാണ് കേസരി ചാപ്റ്റർ 2. കേസരിയെ സംബന്ധിച്ച് മലയാളികൾക്ക് പ്രത്യേക ഒരു സന്തോഷമുണ്ട്. നമ്മുടെ മലയാളിയായ ചേറ്റു ശങ്കരൻ നായരുടെ ജീവിതമാണ് ഇത് പറയുന്നത്. അതുപോലെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഏക മലയാളി അധ്യക്ഷൻ ഒക്കെയുള്ള നിലയിൽ ചേറ്റൂർ ശങ്കരൻ നായർ വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം മോഹൻലാലിനെ വെച്ച് എടുക്കാൻ തീരുമാനിച്ചിരുന്നു പണ്ട് എന്ന് വാർത്തകളൊക്കെ ഇടം പിടിച്ചിരുന്നു. പക്ഷെ അതെന്തായി എന്ന് നമുക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം അക്ഷയ് കുമാറിലൂടെ മലയാളികൾക്കും ഇന്ത്യൻ സിനിമയ്ക്കും അല്ലാതെ ലോക സിനിമയ്ക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. അതിനകത്ത് അക്ഷയ് കുമാറും മാധവനും അതുപോലെ അനന്യ പാണ്ഡെ അനന്യ പാണ്ഡെ എന്ന് പറയുന്ന അവരുമാണ് അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവരും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ആദ്യത്തെ ദിനം എന്ന് പറയുന്നത് 7,75,00,000 രൂപയായിരുന്നു ഇത് കളക്ട് ചെയ്ത്. രണ്ടാമത്തെ ദിനമായപ്പം അത് അല്പം കൂടെ കൂടി 9,75,00,000 എത്തുന്നു. മൂന്നാമത്തെ ദിനമായപ്പോൾ ഇന്നലെ 12,64,00,000 രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പടിപടിയായിട്ടുള്ള കയറ്റത്തിൽ തന്നെയാണ് ചിത്രം. നമ്മളെപ്പോഴും നോക്കുന്ന ഒരു ചിത്രത്തെ സംബന്ധിച്ച് അതിൻ്റെ വിജയപരാജയങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസത്തെ അപേക്ഷിച്ച് വലിയ കളക്ഷൻ ഇടിവ് നേരിടാതെ മുന്നോട്ട് പോകുന്നൊരു ചിത്രമായിരിക്കണം. അല്ലെങ്കിൽ ആദ്യ ദിനം നല്ല കളക്ഷൻ നേടി അതിനുശേഷം പിന്നെ പടിപടിയായിട്ട് കുറഞ്ഞു വരുവാണ് ആ ചിത്രം പരാജയത്തിലേക്ക് നീങ്ങുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു രീതി. പക്ഷേ ഇത് കേസരി ചാപ്റ്റർ 2 നോക്കുമ്പോൾ അത് പടിപടിയായിട്ടുള്ള കളക്ഷൻ വർധനമാണ് കാണിക്കുന്നത്. ഇന്നലെ 12,64,00,000 രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 30,14,00,000 രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ചിത്രം കൂടി ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നു. അക്ഷയ് കുമാറിൻ്റെ ചിത്രമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഈസ്റ്റർ ദിനം സിനിമാ പ്രേമികളെ സംബന്ധിച്ച് നല്ലൊരു ദിവസമായിരുന്നു. സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ തമിഴ് സിനിമ, മലയാള സിനിമ അല്ലെങ്കിൽ സിനിമ വ്യവസായം മൊത്തം ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഇന്നലെ കളക്ഷൻ വർധനമുണ്ടായൊരു കാര്യമാണ്. കാരണം നമ്മുടെ ബഫക്കിക്ക് പോലും കളക്ഷൻ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. അപ്പം പുതിയ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. ഞാൻ കൃത്യമായിട്ടെത്താം. ഇടവേളകൾ ഇല്ലാതെ എന്നല്ല, നമ്മുടെ ജോലിയും നടക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇടവേള കിട്ടുന്ന സമയത്ത് കൃത്യമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞു തന്നെ തീരും. അപ്പം പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം.